സാറിൻ്റെ തന്നെ സ്ഥലത്തെ ഒരു പ്രശസ്ത സംവിധായകനാണ് സത്യൻ അന്തിക്കാട് സാർ. സപ്പോസ് സാറിനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിച്ചാൽ? ഇല്ല, സത്യൻ ക്ഷണിച്ചിട്ടില്ല. സത്യന് ഞങ്ങളൊക്കെ ആയിട്ട് വളരെ അടുപ്പമാണ്. സത്യൻ്റെ പടങ്ങളൊക്കെ സ്ഥിരമായി കാണാറുണ്ട്. സത്യൻ്റെ ഞാൻ ചില ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. സത്യൻ്റെ സമൂഹം എന്ന് പറഞ്ഞിട്ടൊരു സുഹാസിനിയായിരുന്നു അതിൻ്റെ ക്യാരക്ടറായിരുന്നത്. പൊളിറ്റിക്സ് ആണല്ലോ. അതെ അതെ. അപ്പോൾ സത്യൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ചില യാത്രക്കിടയിൽ ഞങ്ങളൊരുമിച്ച് നടത്തിയ ആശയവിനിമയത്തിൽ സത്യൻ അതിൻ്റെ ചില അംശങ്ങൾ സ്വാഭാവികമായി വന്ന് കയറിയിട്ടുണ്ടാകാം എന്ന് സത്യം പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കാനൊന്നും വിളിച്ചിട്ടില്ല. അതിൻ്റെ ഒരു അങ്ങനെ വിളിച്ചാൽ സാർ ഇല്ല, അതിനുള്ള സാധ്യതയില്ല. സാർ ഇത്രയും വലിയൊരു കലാസ്വാദനം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അഭിനയത്തിൻ്റെ ഒരു നാമ്പ് ഇല്ല, അതിനകത്ത് താല്പര്യമില്ല. സിനിമ അഭിനയമേ താല്പര്യം ഇല്ല. സാറിൻ്റെ ആ സമയത്ത് സാറിൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും ഇന്ന് സിനിമാ ഫീൽഡിലുണ്ടോ സാർ? ദേവൻ അന്ന് സെൻറ് തോമസ് കോളേജിൽ, തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ എൻ്റെ ജൂനിയറാണ് പുള്ളി. പക്ഷെ അന്ന് പുള്ളി സിനിമയിലൊന്നുമില്ല. പിന്നെ രാമചേട്ടനായിട്ട് കുടുംബ ബന്ധമുണ്ട് അദ്ദേഹത്തിന്. പിന്നെ രാമചേട്ടൻ്റെ മകളെയാണ് പുള്ളി കല്യാണം കഴിച്ചിട്ടുള്ളത്. ദേവൻ പിന്നീട് വലിയൊരു ആർട്ടിസ്റ്റായിട്ട് വന്നു. ദേവനാണ് കൂടെ പഠിച്ച ആളുകളിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇന്നസെൻ്റ് നമ്മുടെ അയൽവാസിയാണ്, ഇരിഞ്ഞാലക്കുടയാണ്. ഇന്നസെൻറ്റുമായും, പക്ഷേ ഇന്നസെൻ്റ് സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇന്നസെൻറ്റുമായിട്ടുള്ള അടുപ്പം. പിന്നെ കമലും എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ കൊടുങ്ങല്ലൂരാണ്, അതുകൊണ്ട് ഞങ്ങളായിട്ട് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് അടുപ്പമുണ്ട്. പിന്നെ ആലപ്പുഴയുള്ള സമയത്ത് നമ്മുടെ ഫാസിലുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. സാറിന് ആ കാലഘട്ടത്തിൽ ഇനി ഏതെങ്കിലും പാട്ട് നമ്മുടെ ലിസ്റ്റിൽ നമുക്ക് പാടാൻ പറ്റുന്ന ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഞങ്ങൾ പിന്നെ അന്ന് ഞാൻ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അന്ന് തൃശ്ശൂർ ജില്ലാ KSU പ്രസിഡന്റ്, പിന്നീട് MLA വന്ന ശ്രീ ജോസ് താണിക്കലാണ്. അപ്പോൾ അന്ന് അവിടെ നാട്ടികയിലൊരു സമരവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നെ, ജോസ് താണിക്കലിനെ, അതുപോലെ ഞങ്ങൾ കുറച്ച് പേരെയൊക്കെ അന്ന് പിന്നെ കേസിൽ പ്രതികളാക്കി പോലീസ് തിരയുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് കരുതി ഒന്ന് മാറി നിൽക്കണം എന്ന് അന്ന് പല ആളുകളും പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ജോസ് താണിക്കലും ഞാനും കൂടെ എറണാകുളത്ത് പോയി ഞങ്ങളോട് അധികം പുറത്തൊന്നും ഇറങ്ങരുത് എന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ എറണാകുളത്ത് ചെന്നു. അപ്പോൾ ഒരു ദിവസമൊക്കെ അവിടെ താമസിച്ചു. പിറ്റേ ദിവസം വന്നപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അന്ന് മേനക തിയേറ്ററിൽ നദി, അന്നത്തെ വലിയൊരു ഹിറ്റ് പടമാണ് നദി. ഈസ്റ്റ് മാൻ കളർ പാട്ടുകളൊക്കെ വളരെയാണ്. നസീർ, ശാരദ, PJ ആൻ്റണി, ഒരു വലിയ നിരയായിരുന്നു. നല്ല പാട്ടുകളും. അപ്പോൾ കായാമ്പൂ, അതൊക്കെ അതിലത്തെ പാട്ടുകളാണ്. അതിൽ അന്നത്തെ വളരെ ആ കാലത്ത് ഞങ്ങളുടെ കാലഘട്ടത്തിലെ കോളേജുകളിലൊക്കെ എല്ലാവരും പിന്നെ അത്യാവശ്യം പിന്നെ മൂളിക്കൊണ്ടിരുന്നൊരു പാട്ടാണ്. കാരണം അതും നല്ല ഹിറ്റായിരുന്നു. 1000 പാദസരങ്ങൾ എവർഗ്രീൻ സോങ്, ആലുവ പുഴ പിന്നെയും ഒഴുകി. അതൊരു നമ്മുടെ മനസ്സിനെയൊക്കെ ഒരു കുളിർമ മാത്രമല്ല, സീൻ കാണുമ്പോൾ പ്രേംനസീറാണ് സിനിമയിൽ ആലപിക്കുന്നത്. യേശുദാസിൻ്റെ ദാസേട്ടൻ പാടിയ പാട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പാട്ട് വളരെ മധുരമാണെങ്കിലും ആ സീൻ മനസ്സിന് വിഷമുണ്ടാകുന്നു. കുട്ടി ഇങ്ങനെ നസീറിനെ അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങി വെള്ളത്തിലേക്ക് പോകുന്ന പാട്ടിൻ്റെ അവസാനത്തിലെ സീനാണ്. പാട്ട് നമുക്കിഷ്ടമാണെങ്കിലും ആ സീൻ നമ്മളെ ശരിക്കും പറഞ്ഞാൽ കാലഘട്ടവും സാറിന് മറക്കാൻ പറ്റാത്ത വളരെ ഒരു അസ്വസ്ഥമാക്കുന്ന ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ പാട്ട് അന്നത്തെ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടാണ്. 1000 പാദസരങ്ങൾ.
പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ധീരനായ നദിയുടെ പാറിൽ ഈവിടർന്ന നീർക്കുമിളകളിൽ ധീരനായ നദിയുടെ പാറിൽ ഈവിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ നേരിടുന്ന നിർവൃതിയോ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. റൈറ്റ്.